أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അഹ്സാബ് യുദ്ധ പശ്ചാത്തലത്തിൽ ബനു കുരേള ഗോത്രത്തിൻ്റെ കരാർ ലംഘനവും യുദ്ധാനന്തരം അവരുടെ കോട്ടകൾ ഉപരോധിക്കപ്പെട്ടതും സംബന്ധിച്ചുള്ള വിവരണമാണ് നടന്നു വരുന്നത്. അവർ മുസ്ലിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയതും ഉടമ്പടി ലംഘിച്ചതും കാരണമായി ശിക്ഷിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഉപരോധം തീവ്രതയാർജിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനപ്രകാരം ബനു കുരേള കോട്ടകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ബനു കുരേള എത്ര നാളുകൾക്കാണ് ഉപരോധിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ചിലതിൽ 10 ദിവസമെന്നും ചിലത് 15 ദിവസം എന്നും ചിലതിൽ 14 ദിവസമെന്നും ചില സ്ഥലത്ത് 25 ദിവസമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്ര നിവേദനങ്ങൾ പഠനവിധേയമാക്കി സ്വാംശീകരിച്ചത് ഏതാണ്ട് 20 ദിവസം ഈ ഉപരോധം തുടർന്നു എന്നാണ്. ഈ തീരുമാനത്തിൽ ഹദ്രത്ത് സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിനെ വിധികർത്താവായി നിയമിക്കുകയുണ്ടായി. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ ബന്ദികളാക്കാൻ കൽപ്പന പുറപ്പെടുവിപ്പിച്ചപ്പോൾ അവരെ കയറുകളാൽ കെട്ടിയിടുകയുണ്ടായി. അതിൻ്റെ മേൽനോട്ടം ഹദ്രത്ത് മുഹമ്മദ് ബിൻ മുസ്ലിമയ്ക്ക് ആയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി അവിടെ നിന്നും അബ്ദുള്ള ബിൻ സലാമിനെ അവരുടെ മേൽനോട്ടം ചുമതലപ്പെടുത്തുകയുണ്ടായി. ആ കോട്ടകളിലുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം തന്നെ വസ്ത്രങ്ങളുമൊക്കെ സ്വരൂപിക്കുകയുണ്ടായി, സമാഹരിക്കുകയുണ്ടായി. അവിടെ 1500 വാളുകളുണ്ടായിരുന്നു, 300 യുദ്ധ കവചങ്ങൾ ഉണ്ടായിരുന്നു, മാർച്ചട്ടകൾ ഉണ്ടായിരുന്നു, 2000 കുന്തങ്ങളും 1500 ലെതറിന്റെ പരിചകളും ഒരുപാട് മറ്റ് സാധനങ്ങളും കിട്ടുകയുണ്ടായി. മദ്യത്തിന്റെ ഒരുപാട് പാത്രങ്ങളും കുടങ്ങളും ലഹരി പദാർത്ഥങ്ങളും ലഭിച്ചു. അവയൊക്കെ ഒഴുക്കി കളയുകയുണ്ടായി. ഒരുപാട് ഒട്ടകങ്ങളും മറ്റു മൃഗങ്ങളും അവിടെ നിന്ന് കണ്ടുകിട്ടി. അവയെല്ലാം സ്വരുക്കൂട്ടി ഔസ് ഗോത്ര പ്രധാനികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബനു കുരേള ഞങ്ങളുടെ സഖ്യകക്ഷികളാണ്, ഉടമ്പടി ചെയ്തവരാണ്. ഉടമ്പടി ലംഘിച്ചതിൻ്റെ പേരിൽ അവർ ലജ്ജിതരും അസ്വസ്ഥരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുത്താലും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായിരുന്നു. ഔസ് ഗോത്രക്കാർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും അവരുടെ എല്ലാ ആളുകളും തന്നെ അവിടെ വന്ന് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവരുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കാനായി നിങ്ങളിൽ തന്നെ പെട്ട ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? അവർ ഒന്നടങ്കം പറഞ്ഞു, എന്തുകൊണ്ടില്ല, തീർച്ചയായും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇക്കാര്യം സാദ് ബിൻ മുആദിനെ ഏൽപ്പിക്കുകയാണ്. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയുണ്ടായി, വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹാബാക്കളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
അപ്പോൾ അവർ സഅദ് ബിൻ മുആസിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ സംതൃപ്തി കാണിച്ചു. സഅദ് ബിൻ മുആസ് ഔസ് ഗോത്ര പ്രമാണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബനു ഖുറൈലയുടെ സഖ്യകക്ഷിയുമായിരുന്നു. അതിൽ ഔസ് ഗോത്രക്കാർ തൃപ്തരായി എന്ന് മാത്രമല്ല വളരെയധികം സന്തുഷ്ടരുമായി. അവർ കരുതിയത് ഇനി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുന്നു, നിയന്ത്രണത്തിൽ വന്നിരിക്കുന്നു. സഖ്യകക്ഷികളെ പിന്തുണക്കുന്ന രീതിയായിരുന്നു അറേബ്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവവിധിയിൽ തീരുമാനം മറ്റൊന്നായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ മുആസിന്റെ ആത്മാർത്ഥ ഹൃദയം എല്ലാ ബന്ധങ്ങൾക്കും ചർച്ചകൾക്കും മേൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും മുൻഗണന നൽകുകയുണ്ടായി. ഹസ്രത്ത് സഅദ് ആ സമയത്ത് മദീനയിലെ പള്ളിയിൽ റഫീദ അസ്ലമിയയുടെ തമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പരിക്കേറ്റവർക്ക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുമായിരുന്നു. അവരുടെ പള്ളിയിൽ ഒരു തമ്പുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സഅദിനെ ആ തമ്പിൽ താമസിപ്പിച്ചിരുന്നു. രോഗി പരിചരണവും എളുപ്പത്തിൽ പരിക്കേറ്റവരുടെ ശുശ്രൂഷയും മറ്റും നോക്കി നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ സൗകര്യം ഒരുക്കിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഹസ്രത്ത് സഅദ് ബിൻ മുആസിനെ ഏൽപ്പിച്ചപ്പോൾ ഔസ് ഗോത്രം അദ്ദേഹത്തിന്റെ പക്കൽ പോയി അദ്ദേഹത്തെ ഒരു കഴുതപ്പുറത്ത് സവാരി ചെയ്യിപ്പിച്ചു. അതിന്റെ മുതുകിൽ ഈന്തപ്പന തൊലിയുടെ കൊണ്ടുള്ള ഒരു ജീനി ഉണ്ടായിരുന്നു. അതുപോലെ ലെതറിന്റെ ഒരു ഇരിപ്പിടവും ഉണ്ടായിരുന്നു. അതിന്റെ കടിഞ്ഞാൺ ഈന്തപ്പനയുടെ നാരുകൾ കൊണ്ടുള്ളതായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ മുആസ് നല്ല തടിയും വണ്ണമുള്ള യുവാവായിരുന്നു. ജനങ്ങൾ ഹസ്രത്ത് സഅദിന്റെ ചുറ്റിലും തടിച്ചുകൂടി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അബു അംർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിന്റെ സഖ്യകക്ഷികളുടെ കാര്യം താങ്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. താങ്കൾ അവർക്ക് നന്മ വരുത്താനായി അവരോട് ഔദാര്യം കാണിച്ചാലും. അപ്പോഴേക്കും മറ്റൊരുപാട് പേർ അവിടെ തടിച്ചുകൂടി. എന്നാൽ ഹസ്രത്ത് സഅദ് ബിൻ മുആസ് മൗനം ദീക്ഷിച്ചു. ആളുകളുടെ നിർബന്ധം കൂടി വന്നപ്പോൾ സഅദ് പറഞ്ഞു: ഞാൻ ഇനി അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ വകവെക്കുന്നതല്ല. ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലേക്ക് സഅദ് പോയി. ജനങ്ങളും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുകയായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ മുആസ് വന്നപ്പോൾ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന, ഹാജർ ഉണ്ടായിരുന്ന, അതുപോലെ ഉപരോധ സമയം നമസ്കാരത്തിനായി തയ്യാറാക്കപ്പെട്ട ആ പള്ളിയുടെ അടുത്ത് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: നിങ്ങളെല്ലാവരും നിങ്ങളുടെ നേതാവിന് ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിന്നാലും. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു: നിങ്ങൾ നിങ്ങളിൽ ശ്രേഷ്ഠനായ വ്യക്തിക്ക് വേണ്ടി എഴുന്നേറ്റാലും. ബനു അബ്ദുൽ അഷൽ ഗോത്രക്കാർ പറഞ്ഞു: ഞങ്ങൾ അതിനുവേണ്ടി 2 വർഷവും വരിയായി നിന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്ത് എത്തിവരുന്നത് വരെ ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: അല്ലയോ സഅദ്, ഇവരുടെ കാര്യത്തിൽ വിധി പറയുക. അദ്ദേഹം പറഞ്ഞു: അള്ളാഹു അവന്റെ ദൂതരുമാണ് വിധി കൽപ്പിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: നിശ്ചയമായും ഇവരുടെ കാര്യത്തിൽ താങ്കൾ വിധി കൽപ്പിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നു. ഓസ് ഗോത്രക്കാർ പറഞ്ഞു: അല്ലയോ അബു അംർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ സഖ്യകക്ഷികളുടെ ഇടയിൽ വിധി കൽപ്പിക്കാൻ താങ്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ താങ്കൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക. അവരുടെ ബുദ്ധിമുട്ടുകളെ താങ്കൾ പരിഗണിച്ചാലും. ഹസ്രത്ത് സഅദ് പറഞ്ഞു: നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ വിധിയിൽ നിങ്ങൾ സംതൃപ്തരാകുമോ? നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ? അവർ പറഞ്ഞു: നിശ്ചയമായും ഞങ്ങൾ താങ്കളുടെ വിധിയിൽ താങ്കൾ ഞങ്ങൾക്കിടയിൽ ഇല്ലാത്തപ്പോഴും തൃപ്തരായിരുന്നു. അതായത് താങ്കൾ ഇല്ലാതിരുന്നപ്പോൾ, താങ്കളുടെ അഭാവത്തിൽ താങ്കളുടെ പേരാണ് ഞങ്ങൾ നിർദ്ദേശിച്ചത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് പൂർണ്ണമായും അനുവാദമുണ്ട്. താങ്കൾ ഞങ്ങൾക്കുമേൽ ഔദാര്യം കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കളെ കൂടാതെ മറ്റൊരു വ്യക്തി തൻ്റെ സഖ്യകക്ഷിയായ ബനു ഖൈനുഖയോട് ചെയ്തതുപോലുള്ള പെരുമാറ്റം ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രഥമ പരിഗണന താങ്കൾ തന്നെയാണ്. ഞങ്ങൾ ഇന്ന് താങ്കളുടെ വിധിക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്രിതരാണ്. ഹസ്രത്ത് സഅദ് പറഞ്ഞു: ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു: പരമാവധി ശ്രമിക്കും എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്?
ഹസ്രത്ത് സാദ് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഉടമ്പടിയുടെ പേരിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വിധി തന്നെ ആയിരിക്കുമോ നടപ്പിൽ വരിക? വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും. തുടർന്ന് സാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢിയും പ്രതാപവും കാരണം അദ്ദേഹത്തിന് നേരിട്ട് മുഖത്ത് നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ ഭാഗത്ത് ഇരിക്കുന്നവരും ഇക്കാര്യത്തിൽ പ്രതിജ്ഞ എടുക്കുന്നുവോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അവിടെ കൂടിയിരുന്നവരും പറഞ്ഞു, തീർച്ചയായും. അപ്പോൾ ഹദരത്ത് സാദ് പറഞ്ഞു, ഞാൻ ഇവരെ കുറിച്ച് തീരുമാനമെടുക്കുന്നു. ഇവരുടെ ഇടയിൽ പക്വപ്രായം എത്തിയ പുരുഷന്മാരെ വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുക, സമ്പത്ത് വിതരണം ചെയ്യുക, ഭവനങ്ങൾ അൻസാറുകൾക്കല്ല മറിച്ച് മുഹാജിറുകൾക്ക് നൽകുക. അൻസാറുകൾ പറഞ്ഞു, ഞങ്ങൾ അവരുടെ സഹോദരങ്ങളാണ്, ഞങ്ങൾ അവരോടൊപ്പമുള്ളവരാണ്, അവർ കൂടെയുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് അവർ അഥവാ മുഹാജിറുകൾ നിരാശ്രയരാകണമെന്നാണ്, അതായത് മുഹാജിറുകൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനാകണമെന്നാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ സാദ്, അള്ളാഹു ഏഴാൻ ആകാശത്തു നിന്നും ചെയ്ത അതേ വിധിയാണ് താങ്കൾ വിധിച്ചിരിക്കുന്നത്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് സാദിന്റെ വിധിയെക്കുറിച്ച് പറഞ്ഞു, ഇതേ വിധിയെക്കുറിച്ചാണ് എനിക്ക് ഇടയത്തായ സമയത്ത് മലക്കുകൾ പറഞ്ഞു തന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഏതാണ്ട് 20 ദിവസത്തെ ഉപരോധ ശേഷം ഒടുക്കം ആ ഹതഭാഗ്യരായ ജൂതന്മാർ ഏതൊരു വ്യക്തിയെയായിരുന്നു തങ്ങളുടെ ഇടയിൽ വിധികർത്താവായി നിശ്ചയിച്ചുകൊണ്ട് തങ്ങളുടെ കോട്ടകളിൽ നിന്നും പുറത്തിറങ്ങിയത്, അദ്ദേഹം അവരുടെ സഖ്യകക്ഷി ആയിരുന്നിട്ട് കൂടി അവരുടെ ചെയ്തികൾ നിമിത്തം അവരോട് മനസ്സിൽ യാതൊരു കാരണമില്ലാത്തവനും നീതിന്യായത്തിന്റെ ആൾരൂപവും ആയിരിക്കെ മുഴു പ്രപഞ്ചത്തിനും കാരണമായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാനമായ നിലയിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കാരുണ്യവും ആർദ്രതയും സംജാതമായില്ല. ഈ ഹ്രസ്വ വിവരണത്തിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഔസ് ഗോത്രം ബനു ഖുറൈളയുടെ ചിരകാല ഉടമ്പടിക്കാരായിരുന്നു. അക്കാലത്ത് ആ ഗോത്രത്തിന്റെ പ്രമാണിയായിരുന്നു സാദ് ബിൻ മുആദ്. അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിൽ പരിക്കേറ്റ് പള്ളി അങ്കണത്തിൽ ചികിത്സയിലായിരുന്നു. സാദ് യാത്രാമൃഗത്തിൽ ഏറി വന്നു, സവാരി ചെയ്തു വന്നു. വഴി മധ്യേ ഗോത്രക്കാരിൽ ചിലർ അദ്ദേഹത്തോട് ഒരുപാട് നിർബന്ധിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു കൊണ്ടിരുന്നു, അതായത് നമ്മുടെ സഖ്യകക്ഷി ഗോത്രക്കാരായ ബനു കൈനുക്കായോട് സൗമ്യമായി പെരുമാറിയതുപോലെ താങ്കളും ഖുറൈളയോട് വിട്ടുവീഴ്ച കാണിക്കണം. ഖസ്റജ് കൈനുക്കയോട് ചെയ്തതുപോലെ താങ്കളും ഖുറൈളയോട് വിട്ടുവീഴ്ച കാണിക്കണം. അവർക്ക് കഠിന ശിക്ഷ നൽകരുത്. സാദ് ബിൻ മുആദ് ആദ്യമൊക്കെ അവർ പറയുന്നത് നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഒരുപാട് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് സാദ് ധർമ്മത്തെയും നീതിയെയും ഉപേക്ഷിച്ച് ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ വകവെക്കുന്നതല്ല. ആ മറുപടി കേട്ടപ്പോൾ ജനങ്ങൾ നിശബ്ദരായി. ഹദരത്ത് സാദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, അതായത് നിങ്ങളുടെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. യാത്രാമൃഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുക. ഹദരത്ത് സാദ് യാത്രാമൃഗത്തിൽ നിന്നും ഇറങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തേക്ക് മുന്നോട്ട് വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സാദേ, ബനു ഖുറൈള താങ്കളെ വിധികർത്താവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ കുറിച്ച് താങ്കളുടെ എന്ത് തീരുമാനവും അവർക്ക് സമ്മതമായിരിക്കും. അത് കേട്ടപ്പോൾ തന്റെ ഗോത്രമായ ഔസിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അലൈക്കും ബിദാലിക അഹദില്ലാഹി വമീസാഖി ഇനിൽ ഹുക്മ ഫീഹിം ബിമാ ഹകംതു, അതായത് നിങ്ങൾ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഏതവസ്ഥയിലും ഞാൻ ബനു ഖുറൈളയെ കുറിച്ച് ചെയ്യുന്ന വിധി പ്രാവർത്തികമാക്കുന്നതാണെന്ന് ശപഥം ചെയ്യാൻ ഒരുക്കമാണോ? ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ശപഥം ചെയ്യുന്നു, വാക്ക് തരുന്നു. തുടർന്ന് ഹദരത്ത് സാദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വഅലാ മൻ ഹൗന, അതായത് ഇവിടെ സന്നിഹിതനായ മാന്യദേഹമേ, എൻ്റെ വിധി പ്രാവർത്തികമാക്കാൻ അങ്ങും പ്രതിജ്ഞാബദ്ധനാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇങ്ങനെ ശപഥം ചെയ്തതിനു ശേഷം ഹദരത്ത് സാദ് തന്റെ വിധി ഇപ്രകാരം പുറപ്പെടുവിച്ചു, ബനു ഖുറൈളയുടെ എല്ലാ യോദ്ധാക്കളും വധിക്കപ്പെടുന്നതാണ്, അവരിലെ സ്ത്രീകളും കുട്ടികളും തടവിലാക്കപ്പെടുന്നതുമാണ്.
അവരുടെ സമ്പത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത വിധി ശ്രവിച്ചപ്പോൾ അനിയന്ത്രിതമായി ഇപ്രകാരം പ്രസ്താവിച്ചു: ലഖദ് ഹകംത ബിഹുക്മില്ല. അതായത് താങ്കളുടെ ഈ തീരുമാനം ദൈവവിധി അനുസരിച്ചിട്ടുള്ളതാണ്, അതൊരിക്കലും നിവർത്തിക്കപ്പെടാതിരിക്കില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു: ബനു ഖുറൈളയെ സംബന്ധിച്ചുള്ള വിധി ഏതൊരവസ്ഥയിലാണ് നടന്നത് അതിൽ നിന്നും വ്യക്തമാകുന്നത് അവിടെ ദൈവിക ഇടപെടലുകൾ നടന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രകൃതത്തിന് അതിനെ വിലക്കാനാകുമായിരുന്നില്ല. അത് തികച്ചും ശരിയുമായിരുന്നു. കാരണം ബനു ഖുറൈള അഭിപ്രായം അറിയിക്കുന്നതിന് അബൂ ലുബാബയെ വിളിച്ചതും തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യം അബൂ ലുബാബയോട് പറഞ്ഞതും അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അംഗീകരിക്കാതിരുന്നതും ഔസ് ഗോത്രം തങ്ങളുടെ സഖ്യകക്ഷികൾ ആണ്, അവർ ഞങ്ങളുടെ കാര്യത്തിൽ സൗമ്യത കാണിക്കും എന്ന് കരുതി ഔസ് ഗോത്ര പ്രമാണിയായ ഹദരത്ത് സഅദ് ബിൻ മുആദിനെ വിധികർത്താവായി തിരഞ്ഞെടുത്തതും ശേഷം ഹദരത്ത് സഅദ് സത്യവും നീതിയും മുറുകെ പിടിച്ചതും എത്രത്തോളം എന്നാൽ എല്ലാതരം ബന്ധങ്ങൾക്കും ചാർച്ചകൾക്കും ഒരു സ്ഥാനവും നൽകാതെ പാടി വിസ്മരിച്ചതും സഅദ് തന്റെ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയും തന്റെ വിധി നടപ്പിൽ വരുത്തുമെന്ന് ശപഥം ചെയ്യിപ്പിച്ചതും എല്ലാം തന്നെ യാദൃശ്ചികമാകാൻ തരമില്ല. നിശ്ചയമായും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ അഗാധ തലങ്ങളിൽ ദൈവവിധി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സാദിൻ്റെതല്ല, മറിച്ച് ദൈവത്തിന്റെ വിധിയായിരുന്നു. ഹദരത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വിധി പ്രഖ്യാപിച്ചതിനു ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9-ാം തീയതി വ്യാഴാഴ്ച മദീനയിലേക്ക് തിരികെ പോയി. മറ്റൊരു നിവേദന പ്രകാരം ദുൽഹിജ്ജ 5-ാം തീയതി അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു എന്നുമുണ്ട്. ഇബ്നു സഅദ് എഴുതിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം തീയതി ദുൽഹിജ്ജക്കായിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു മദീനയിലേക്ക് തിരികെ വന്നത്. ബന്ദികളെ മദീനയിലേക്ക് കൊണ്ടുവരണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവരെ ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്ത്രീകളെയും കുട്ടികളെയും ഹദ്രത്ത് റംല ബിൻ ഹാരിസ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് മാറ്റിയത്. അവരെ ഹദ്രത്ത് റംല ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബന്ദികളാക്കിയെന്നും നിവേദനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി ഈത്തപ്പഴങ്ങൾ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അതെല്ലാം നിലത്ത് വാരി വിതറിയിട്ടു. ആളുകൾ ഒട്ടനവധി ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്നു. ജൂതന്മാർ രാത്രിയുടനീളം സമൃദ്ധമായി യഥേഷ്ടം കഴിച്ചുകൊണ്ടിരുന്നു. ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റു സാധനങ്ങളെല്ലാം ഹദ്രത്ത് റംലയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൽപ്പനയുണ്ടായി. ഒട്ടകങ്ങളെയും ആടുകളെയും സമീപത്തുള്ള മരങ്ങൾക്കിടയിൽ മേയാനായി അഴിച്ചുവിട്ടു. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് പറയുന്നു, ബനു ഖുറൈളയുടെ വാഗ്ദാന ലംഘനം, ചതി, കലാപം, വിദ്രോഹ പ്രവർത്തനങ്ങൾ, കുഴപ്പങ്ങൾ, ക്രമസമാധാന ഭംഗം, കൊലയും രക്തച്ചൊരിച്ചിലും എല്ലാം കാരണമായി അവരുടെ യോദ്ധാക്കളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് ദൈവം വിധിച്ചു കഴിഞ്ഞിരുന്നു. ആരംഭത്തിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക പ്രേരണ ലഭിച്ചിരുന്നത് യുദ്ധം ദൈവവിധിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ വിധി തന്റെ റസൂൽ വഴി നടപ്പാക്കാൻ അള്ളാഹുവിന് സമ്മതമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്റെ അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളിലൂടെ, രഹസ്യ നീക്കങ്ങളിലൂടെ ഇക്കാര്യത്തിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീർത്തും അകറ്റി നിർത്തുകയും സഅദ് ബിൻ മുആദ് മുഖേന ഈ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ വിധിയും എപ്രകാരമായിരുന്നെന്നാൽ അതിലൊരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഏതവസ്ഥയിലും ആ വിധി നടപ്പിൽ വരുത്തുമെന്ന് സഅദിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കു നൽകിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ ബനു ഖുറൈളയ്ക്ക് മേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിക്രമവും അന്യായം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ യുവാക്കളെ തന്നെ അവരുടെ ചിന്തകളെ പോലും വിഷലിപ്തമാക്കുന്നുണ്ട്. അതിനുള്ള സ്പഷ്ടമായ മറുപടി ഇതാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിധി സ്വയം പുറപ്പെടുവിച്ചതല്ല, അള്ളാഹു അവരുടെ തന്നെ സഖ്യകക്ഷിയിൽപ്പെട്ട ഒരു വ്യക്തി മുഖേന ആ വിധി പുറപ്പെടുവിച്ചതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ ആ വ്യക്തി അത് പ്രാവർത്തികമാക്കുമെന്ന് ശപഥം ചെയ്യിപ്പിച്ചതുമാണ്. ഏതായാലും ആ ഒരു വിധി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ബന്ധപ്പെട്ടതായിരുന്നില്ല, സ്വാധീനം തിരുനബിക്കുമേൽ മാത്രമായിരുന്നില്ല, മറിച്ച് എല്ലാ മുസ്ലിങ്ങളെയും പൊതുവെ ബാധിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മാപ്പാക്കാനും കാരുണ്യം കാണിക്കാനും അങ്ങനെ വിധിയിൽ മാറ്റം വരുത്താൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അധികാരമുള്ളതായി കണക്കാക്കിയിരുന്നില്ല.
അത് ദൈവിക ഇടപെടലുകൾ മുഖേനയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തു നിന്നും അനിയന്ത്രിതമായി ഇപ്രകാരം നിർഗമിച്ചത്, ഖദ് ഹക്കംത ബിഹുക്മില്ലാ, അതായത് അല്ലയോ സാദ്, താങ്കളുടെ ഈ വിധി ദൈവിക വിധിയായി ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ മാറ്റം വരുത്താൻ ആർക്കും തന്നെ ശക്തിയില്ല. അതും പറഞ്ഞ് നിശബ്ദനായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും എഴുന്നേറ്റ് പട്ടണഭാഗത്തേക്ക് പോയി. എന്നാൽ ആ സമയത്ത് തിരുനബിക്ക് ഉണ്ടായിരുന്ന മനോവിഷമം ഏതൊരു സമുദായത്തെക്കുറിച്ചാണോ അവർ വിശ്വാസം കൈക്കൊള്ളണമെന്ന് തനിക്ക് ഹൃദയാഭിലാഷമുണ്ടായിരുന്നത്, അവർ തങ്ങളുടെ ചെയ്തികൾ നിമിത്തം ഈമാനിൽ നിന്നും ഹതഭാഗ്യരായി തീരുകയും ദൈവകോപത്തിനും ശിക്ഷക്കും പാത്രീഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു. ഏതാണ്ട് ആ അവസരത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടും ഇപ്രകാരം പ്രസ്താവിച്ചത്, ലൗ ആമന ബി അഷ്റും മിനൽ യഹൂദി വല ആമനത് ബിയൽ യഹൂദ്, അതായത് ജൂതന്മാരിലെ സ്വാധീനമുള്ളവരിൽ നിന്നും 10-12 പേരെങ്കിലും എനിക്ക് മേൽ വിശ്വാസം കൈക്കൊണ്ടിരുന്നെങ്കിൽ ഈ സമുദായം മൊത്തം എന്നെ വിശ്വസിച്ചേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവിക ശിക്ഷയിൽ നിന്നും അവർ രക്ഷപ്പെടുമായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഇപ്രകാരം കൽപ്പന നൽകി, ബനു ഖുറൈളയുടെ പുരുഷന്മാരെ വേറെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വേറെയുമായി മാറ്റി നിർത്തണം. അങ്ങനെ 2 കൂട്ടരെയും വെവ്വേറെ മദീനയിൽ കൊണ്ടുവരികയും പട്ടണത്തിലെ 2 വ്യത്യസ്ത കെട്ടിടങ്ങളിൽ അവരെ പാർപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം സഹാബാക്കളിൽ പലരും സ്വയം പട്ടിണി കിടന്നിട്ട് തടവിലാക്കപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനായി കൊട്ടക്കണക്കിന് പഴങ്ങൾ കൊണ്ടുവരികയുണ്ടായി. രാത്രി മുഴുവനും ജൂതന്മാർ പഴം കഴിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു എന്നാണ് രേഖപ്പെട്ടിട്ടുള്ളത്. നേരം പുലർന്നപ്പോൾ മദീനയിലെ ഒരു അങ്ങാടിയിൽ കുഴികൾ കുഴിക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചു. അങ്ങനെ അബൂ ജഹം അദ്വിയുടെ വീടായ അജാറു സെയ്ദ് വരെ കുഴിക്കപ്പെട്ടു. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആഗതരായി. കൂടെ ചില സഹാബാക്കളും ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈളയിലെ പുരുഷന്മാരെ വിളിച്ചു വരുത്തി അവരെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരികയും കിടങ്ങിൽ വെച്ച് വധിക്കുകയും ഉണ്ടായി. അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവർ കാബ് ബിൻ അസദിനോട് ചോദിച്ചു, അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ എന്തു ചെയ്യുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആരും അദ്ദേഹത്തോട് തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അനിഷ്ടകരമായ സംഗതിയായിരിക്കും അത്. കാബ് ബിൻ അസദിനോടാണ് ഇവർ ഇക്കാര്യം തിരക്കിയത്. എന്താണ് ഞങ്ങളോടുള്ള പെരുമാറ്റം എന്തായിരിക്കും എന്ന് അന്വേഷിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയായിരിക്കും അത്, നിങ്ങൾക്ക് അത് അനിഷ്ടകരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കുമേൽ നാശമുണ്ടാകട്ടെ, നിങ്ങൾക്ക് ഒരു അവസ്ഥയിലും ബുദ്ധി ഉദിക്കുന്നില്ല. വിളിക്കുന്നയാൾ വെറുതെ വിടുകയോ ഇവിടുന്ന് പോകുന്നയാൾ മടങ്ങി വരികയോ ചെയ്യില്ല. അയാൾക്ക് ദൈവത്താണ് വാളാണ് വിധിച്ചിട്ടുള്ളത്. അതായത് ഇനി നിങ്ങൾ ജീവനോട് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഇതിൽ നിന്നും വേറിട്ട ഒരു മാർഗത്തിലേക്കായിരുന്നു, സമാധാനത്തിലേക്കായിരുന്നു ഞാൻ നിങ്ങൾ ക്ഷണിച്ചത്. എന്നാൽ നിങ്ങൾ നിഷേധിച്ചു. ജൂതന്മാർ പറഞ്ഞു, ഇത് കോപതാപങ്ങളുടെ സമയമല്ല. ഞങ്ങൾ താങ്കളുടെ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്കും മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ ഉണ്ടായിരുന്ന ഉടമ്പടിയെ ഞങ്ങൾ ഒരിക്കലും ലംഘിക്കുമായിരുന്നില്ല. ഹുയ് ബിൻ അഖ്തബ് പറഞ്ഞു, ഇനി വഴക്കും വക്കാണവും നിർത്തുക. ഇനി നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ അകറ്റപ്പെടുന്നതല്ല. ഇനി വെറും വാളിനായി ക്ഷമയോടെ കാത്തിരിക്കുക. ഹദരത്ത് അലിയെയും ഹദരത്ത് സുബൈർ ബിൻ അവാമിനെയും ജൂതന്മാരെ വധിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയുണ്ടായി. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് തടവുകാരെ വീതിച്ച് അവരെ വധിക്കാൻ വിവിധ സഹാബാക്കളെ ഏൽപ്പിച്ചതായും വന്നിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇപ്രകാരം എഴുതുന്നു. 2-ാം ദിവസം രാവിലെ സാദ് ബിൻ മുആദിന്റെ വിധി നടപ്പിലാക്കേണ്ട ദിവസമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ചില സുസജ്ജരായ വ്യക്തികളെ അക്കാര്യം നിർവഹിക്കാനായി നിശ്ചയിച്ചു. സ്വയം തന്നെയും അവിടെ അടുത്ത് തന്നെ നിലകൊണ്ടു. കാരണം ഏതെങ്കിലും കാര്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം ആവശ്യമായി വന്നാൽ അതിന് കാലവിളംബം വരാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത്. അതുപോലെ ഏതെങ്കിലും കുറ്റവാളിയെക്കുറിച്ച് ആരെങ്കിലും ദയക്ക് വേണ്ടി അപ്പീൽ ചെയ്യുകയാണെങ്കിൽ
ഉടൻ അക്കാര്യത്തിൽ തീരുമാനം കൽപ്പിക്കണവുമായിരുന്നു. കാരണം സാദിന്റെ വിധിയിൽ കോടതി വ്യവഹാര രീതിയിലുള്ള അപ്പീൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരമാധികാരി എന്ന നിലയിൽ ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദയാഹർജി കേൾക്കാനാകുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദയയെ മുൻനിർത്തിക്കൊണ്ട് ഉത്തരവ് നൽകിയത് കുറ്റവാളികളെ ഓരോരുത്തരെയും വെവ്വേറെ വധിക്കണമെന്നായിരുന്നു. അതായത് ഒരാളെ വധിക്കുന്ന നേരത്ത് മറ്റൊരു അപരാധി കുറ്റവാളി അടുത്തുണ്ടാകരുതെന്നായിരുന്നു. അങ്ങനെ ഓരോ കുറ്റവാളികളും വെവ്വേറെ കൊണ്ടുവരപ്പെടുകയും സാദ് ബിൻ മുആദിന്റെ വിധി പ്രകാരം അവരെ വധിക്കുകയും ചെയ്തു. പിന്നെ ബനു നദീർ ഗോത്രപ്രമാണിയായ ഹുയ് ബിൻ അഖ്തബ് വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്കെതിരെ ഞാൻ എന്തിന് തിരിഞ്ഞു എന്നതിൽ എനിക്ക് ഖേദമില്ല. എന്നാൽ സത്യത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കുന്നു. ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: ദൈവകൽപ്പനയ്ക്ക് മുമ്പിൽ ആർക്കും നിൽക്കക്കള്ളി ഉണ്ടാകില്ല. ഇത് അവന്റെ കൽപ്പനയും അവന്റെ തഖ്ദീറും വിധിയുമാണ്. അതുപോലെ കുരേല പ്രമാണി കാബിൻ അസദും വധിക്കപ്പെടുകയുണ്ടായി. അയാളെ മൈതാനത്തേക്ക് വധിക്കാൻ കൊണ്ടുവന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മുസ്ലിം ആകാൻ വേണ്ടി ആംഗ്യഭാഷയിൽ പ്രേരണ നൽകി. അയാൾ പറഞ്ഞു: അല്ലയോ അബു കാസിം, ഞാൻ മുസ്ലിം ആകുമായിരുന്നു, എന്നാൽ ഞാൻ മരണത്തെ ഭയന്നു എന്ന് ജനങ്ങൾ പറഞ്ഞാലോ, അതുകൊണ്ട് എന്നെ ജൂതമതത്തിൽ തന്നെ മരിക്കാൻ വിട്ടേക്കൂ. ഒരു ജൂതനായ റിഫായ്ക്ക് മാപ്പ് ലഭിച്ചെന്നുള്ള ഒരു നിവേദനമുണ്ട്. അതിനെക്കുറിച്ച് ഹദരത്ത് മിർസ ബഷീർ മുസാബ് എഴുതുന്നു: മറ്റൊരു ജൂതനുണ്ടായിരുന്നു, റിഫാ എന്നായിരുന്നു പേര്. അയാൾ ഒരു ദയാലുവായ മുസ്ലിം സ്ത്രീയോട് കേണപേക്ഷിച്ച് തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി സമ്മതിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ലിം വനിതയുടെ ശുപാർശയിൽ റിഫായക്ക് മാപ്പ് നൽകി. ചുരുക്കത്തിൽ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ശുപാർശ ചെയ്യപ്പെട്ടവർക്കെല്ലാം ഉടനടി മാപ്പാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിന്റെ വിധിയാൽ നിർബന്ധിതനായിരുന്നു എന്നാണ്. അല്ലാത്ത പക്ഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയാത്മന അവരെ വധിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അന്യായം പ്രവർത്തിച്ചു എന്ന ആക്ഷേപത്തിനുള്ള സ്പഷ്ടമായ മറുപടിയാണിത്. അങ്ങനെ അക്കാര്യം തുടർന്നു. അതായത് ബനു കുറേലയിലെ പുരുഷന്മാർ ഓരോരുത്തരായി വധിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മടങ്ങുമ്പോൾ സൂര്യാസ്തമയം പൂർണ്ണമായിരുന്നു. തുടർന്ന് കുഴികൾ ഒക്കെ മണ്ണിട്ട് മൂടി. ഇതെല്ലാം അത് സാദ് ബിൻ മുആദിന്റെ കൺമുമ്പാകെ അരങ്ങേറി. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിന് കൺകുളിർമ ഉണ്ടായി. ചരിത്ര നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളിൽ കേവലം നുബാത്തയാണ് വധിക്കപ്പെട്ടത്. അവൾ ഹക്കമിന്റെ ഭാര്യയായിരുന്നു. അവൾ അതത്ത് ഖല്ലാദ് എന്ന മുസ്ലിം സാബി ബനു കുറേലയുടെ കോട്ടമതിലിന് ചാരത്തി ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ മുകളിൽ നിന്നും കല്ലെറിഞ്ഞ് വധിക്കുകയായിരുന്നു. ആ വധത്തിന് ശിക്ഷയെന്നോണം അവൾ വധിക്കപ്പെടുകയുണ്ടായി. ചില നബിചരിത്രകാരന്മാർ, സിറത്ത് എഴുതുന്നവർ ഈ നിവേദനത്തെ അംഗീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബനു നദീർ അല്ലെങ്കിൽ ഖൈബറിന്റെ ചില നിവേദനങ്ങൾ ഈ സംഭവവുമായി കൂടിക്കലർന്നതും മറ്റു ചില സൂചനകളും കാരണമായി ആ സ്ത്രീ വധിക്കപ്പെട്ട സംഭവം ശരിയല്ല. വല്ലാഹു ആലം, അള്ളാഹുവിന് നന്നായി അറിയാം. അതുപോലെ റിഹാന ബിൻത്ത് സെയ്ദ് നദരിയയുടെ സംഭവം വന്നിട്ടുണ്ട്. ബനു കുറേലയുടെ തടവിലാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും മദീനയിലെ മുസ്ലിങ്ങൾക്കിടയിൽ വീതിക്കപ്പെട്ടു. അവരിൽ ബനു കുറേലക്കാരിയായ റിഹാന ബിൻത്ത് സെയ്ദും ഉണ്ടായിരുന്നു. ബനു കുറേലക്കാരനായ ഹക്കമായിരുന്നു അവരുടെ ഭർത്താവ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തനിക്കായി തെരഞ്ഞെടുത്തു. ചിലരുടെ അഭിപ്രായത്തിൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ചിലരുടെ അഭിപ്രായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ അവർ അടിമ സ്ത്രീ എന്ന നിലയിലായിരുന്നു കഴിഞ്ഞത്. ചിലരുടെ അഭിപ്രായത്തിൽ അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുകയുണ്ടായി. വ്യത്യസ്ത നിവേദനങ്ങളിൽ സത്യം എന്താണ് അസത്യം എന്താണെന്ന് പിന്നീട് വ്യക്തമാകുന്നതാണ്, ഇവിടെ പറയുന്നതാണ്. ഈ നിവേദനങ്ങൾ ഗവേഷണ വിധേയമാക്കിയാൽ നബിചരിത്രകാരന്മാർക്ക് ഇക്കാര്യത്തിൽ അബദ്ധം പിണഞ്ഞതായി മനസ്സിലാകുന്നു. ആദ്യമായി ഈ നിവേദനം തന്നെ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണ്. അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ തന്നെ ഇത്രമാത്രം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതന്ത്രയാക്കി. അവർ തന്റെ സ്വഭവനത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയുമുണ്ടായി. ഇനി വാദത്തിന് വേണ്ടി ഈ നിവേദനം ശരിയാണെന്ന് വച്ചാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചിരുന്നു, അടിമ സ്ത്രീയായി വെച്ചിരുന്നില്ല.
റിഹാനയുടെ തെറ്റായ സംഭവം എന്ന ശീർഷകത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇപ്രകാരം എഴുതുന്നു. ചില ചരിത്രകാരന്മാർ എഴുതുന്നു, ബനു കുറേലയിലെ തടവുകാരിൽ റിഹാന എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായി തന്റെ പക്കൽ വച്ചിരുന്നു. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സർ വില്യം മ്യൂർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഹൃദയഭേദകമായ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഈ നിവേദനം തികച്ചും തെറ്റും അടിസ്ഥാനരഹിതവുമാണ്. ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു കുറേലയുടെ തടവുകാരെ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു എന്ന് മേലുദ്ധരിച്ച സ്വഹീഹ് ബുഖാരിയുടെ നിവേദനം ഇക്കാര്യത്തെ തള്ളിക്കളയുന്നുണ്ട്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ബന്ധിയായ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വെക്കുക. അതേക്കുറിച്ച് തൽസന്ദർഭത്തിൽ ബുഖാരിയുടെ നിവേദനത്തിൽ എന്തായാലും പരാമർശം ഉണ്ടാകണമായിരുന്നു. എന്നാൽ ബുഖാരിൽ അതേക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ല. മാത്രവുമല്ല, മറ്റു നിവേദനങ്ങളിൽ നിന്നും കൃത്യമായി മനസ്സിലാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം എന്നോണം മോചിപ്പിച്ച തടവ് പുള്ളികളിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു റിഹാന എന്നാണ്. ശേഷം റിഹാന മദീന വിട്ട് തൻ്റെ മാതാവിൻ്റെ തറവാട്ടിൽ ബനു നദീറുകാരുടെ അടുത്തേക്ക് പോയി അവിടെ ജീവിതം കഴിച്ചു കൂടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇസ്ലാമിൻ്റെ വിഖ്യാത ഗവേഷകനായ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി ഈ നിവേദനത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നതും. എന്നാൽ റിഹാനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു എന്ന് തന്നെ കരുതുക. എന്നാൽ തന്നെയും ഭാര്യ എന്ന നിലക്കായിരുന്നു അത്, അല്ലാതെ അടിമ സ്ത്രീ ആയിട്ടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏറ്റെടുത്തു എന്ന നിവേദനം ഉദ്ധരിച്ച ചരിത്രകാരന്മാരിൽ മിക്കരും പിന്നീട് വ്യക്തമാക്കിയിട്ടുള്ളത് അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രയാക്കി വിവാഹം ചെയ്തു എന്നാണ്. ഹസ്രത്ത് ഇബ്നു സാദ് റിഹാനയുടെ വാക്കുകൾ തന്നെ ഒരു നിവേദനത്തിൽ ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ അവർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആദ്യം സ്വതന്ത്രയാക്കി, പിന്നീട് ഞാൻ സ്വയം മുസ്ലിമായ ശേഷം എന്നെ വിവാഹം കഴിക്കുകയുണ്ടായി. എൻ്റെ മഹർ 12 ഔക്കിയ 40 ദിർഹം നിശ്ചയിച്ചിരുന്നു. ഇബ്നു അസദ് വില്യം മ്യൂർ ആക്ഷേപത്തിന് ആധാരമാക്കിയ നിവേദനത്തെ പ്രസ്തുത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റും സംഭവങ്ങൾക്ക് വിരുദ്ധവുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെന്തായാലും സംശയാസ്പദമായ നിവേദനമാണ്. ഇതാണ് പണ്ഡിതന്മാരുടെ ഗവേഷണ ഫലമെന്നും എഴുതിയിരിക്കുന്നു. ചുരുക്കത്തിൽ ആദ്യമായി ബുഖാരിയുടെ നിവേദനത്തിൽ നിന്നും തെളിയിക്കപ്പെടുന്നത് പോലെയും അതുപോലെ അസാബയിൽ വ്യാഖ്യാനമുള്ളത് പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഹാനെ ഏറ്റെടുത്തിരുന്നില്ല, മറിച്ച് സ്വതന്ത്രയാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം അവർ സ്വകുടുംബത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി കാലം കഴിച്ചുകൂട്ടി. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏറ്റെടുത്തു എന്ന നിവേദനത്തെ അംഗീകരിച്ചാൽ തന്നെയും അത് അവരെ സ്വതന്ത്രരാക്കി വിവാഹം ചെയ്തിട്ടായിരുന്നു എന്നും വരുന്നു. അവരെ അടിമയാക്കി വച്ചിരുന്നില്ല എന്ന് തന്നെ തെളിയുന്നു. അങ്ങനെയാണ് അവരുടെ വാക്കുകളായി ചിലർ നിവേദനം ചെയ്തിട്ടുള്ളതും. അത് എത്രമാത്രം ശരിയാണെന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുക. അതിനു പുറമെ ഓർക്കേണ്ട മറ്റൊരു സംഗതി, റിഹാനയുടെ പേര്, കുടുംബം, ഗോത്രം എന്നിവ സംബന്ധിച്ച് നിവേദനങ്ങൾ എത്രമാത്രം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്നാൽ അങ്ങനെ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നോ എന്നുള്ള ചിന്ത പോലും അയുക്തികമാകില്ല. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ ചരിത്ര വ്യക്തിയുടെ ഭാര്യ എന്ന് അവരെ കുറിച്ച് പറയപ്പെടുന്ന സ്ഥിതിക്ക് ഇത്തരം സംശയത്തിന് വകയില്ല. വല്ലാഹു ആലം. യുദ്ധം മുതൽ ഗനീമത്ത് മുതൽ വിതരണം ചെയ്തത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. യുദ്ധം മുതൽ സ്വരുക്കൂട്ടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴങ്ങൾ വിഭജിച്ച് വിതരണം ചെയ്തു. ആ യുദ്ധത്തിൽ 36 കുതിരകൾ ഉണ്ടായിരുന്നു. ഒരു കുതിരക്ക് 2 ഭാഗവും കുതിര സവാരിക്കാർക്ക് 1 ഭാഗവും കാൽനട പോരാളിക്ക് 1 ഭാഗവും നിശ്ചയിക്കപ്പെട്ടു. 1000 സ്ത്രീകളും കുട്ടികളുമായി ബന്ദികളുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളുമായി 1000 പേരും ബന്ദികളുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം മുതൽ വിതരണം ചെയ്യും മുമ്പ് അതിന്റെ ഹുംസ് 5-1 മാറ്റുകയുണ്ടായി. തടവുകാരെ 5ആയി വിഭജിച്ച് 1 ഭാഗം നീക്കിവെച്ചു. അവരിൽ ചിലരെ സ്വതന്ത്രരാക്കിയും ചിലരെ സമ്മാനമായി ദാനം ചെയ്യുകയും ചിലരെ ഭൃത്യരാക്കി വയ്ക്കുകയും ഉണ്ടായി. അതുപോലെ സേവകരാക്കി. അതുപോലെ ഈത്തപ്പഴത്തിൽ നിന്നും 5-1 ഹുംസ് ഏറ്റെടുത്തു. അങ്ങനെ എല്ലാ മുതലുകളിൽ നിന്നും ഹുംസ് നീക്കി വെച്ചുകൊണ്ട് ശേഷിക്കുന്നതൊക്കെ വിതരണം ചെയ്തു. ഓരോ വിഭജനത്തിനും നെറുക്കെടുക്കുകയും ഉണ്ടായി. ഹുംസിന്റെ നെറുക്ക് വീഴുന്നത് മാറ്റി വയ്ക്കുമായിരുന്നു. അത് മുഹൈമ ബിൻ മഹ്മിയ ബിൻ ജസ സുബൈദിയെ ഖുംസിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിരുന്നു. ശേഷിക്കുന്ന 4 ഭാഗങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. യുദ്ധത്തിൽ
സന്നിധരായിരുന്ന മുസ്ലിം സ്ത്രീകൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ നൽകുകയുണ്ടായി. ആ സ്ത്രീകളിൽ ഉൾപ്പെട്ടിരുന്ന ചില പേരുകൾ ഹസ്രത്ത് സഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്, ഹസ്രത്ത് ഉമ്മ അമ്മാറ, ഹസ്രത്ത് ഉമ്മ സലീത്ത്, ഹസ്രത്ത് ഉമ്മ അലാ അൻസാരിയ, ഹസ്രത്ത് സുമേറ ബിൻത്ത് ഖൈസ്, ഹസ്രത്ത് ഉമ്മ സഅദ് ബിൻ മുആദ്, ഹസ്രത്ത് കബ്ഷ ബിൻത്ത് റാഫി എന്നിവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സഅദ് ബിൻ ഉബാദയെ ഒരു സംഘത്തോടൊപ്പം ഖുംസിന്റെ മുതലുകൾ അതായത് ബന്ദികളെയും മറ്റും വിൽക്കാനായി ഷാമിലേക്ക് അയച്ചു. അതിനു പകരം കുതിരകളും ആയുധങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഒരു നിവേദന പ്രകാരം ഹജരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഹജരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നിവർ അതിന്റെ ഒരു ഭാഗം വിലക്ക് വാങ്ങുകയുണ്ടായി. മറ്റൊരു അഭിപ്രായത്തിൽ ബന്ദികളെയെല്ലാം മദീനയിൽ തന്നെ നിർത്തുകയുണ്ടായി. എവിടേക്കും ആരും അയച്ചിരുന്നില്ല. അവരെ പതിയെ പതിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യപൂർവ്വം സ്വതന്ത്രരാക്കിക്കൊണ്ടിരുന്നു. വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഗവേഷണം നടത്തിക്കൊണ്ട് ഹസ്രത്ത് മിർസ ബഷീർ മുസ്താബ് ഇപ്രകാരം പറയുന്നു: സാദിന്റെ തീരുമാനപ്രകാരം തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച് നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നജ്ദിലേക്ക് അയച്ചെന്നാണ്. അവിടെ ചില നജ്ദി ഗോത്രങ്ങൾ അവരുടെ മോചന മൂല്യം നൽകി അവരെ മോചിതരാക്കിയുണ്ടായി. ആ പണം കൊണ്ട് മുസ്ലിങ്ങൾ തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾക്കായി കുതിരകളും ആയുധങ്ങളും വാങ്ങുകയുണ്ടായി. അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം നജ്ദി ഗോത്രങ്ങളും ബനു കുറേലയും പരസ്പരം സഖ്യകക്ഷികളായിരുന്നു. കുറേല യുദ്ധത്തിന് അല്പം നാളുകൾ മുമ്പ് തന്നെയായിരുന്നു അവർ അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തത്. സത്യത്തിൽ നജ്ദുകാരുടെ പ്രകോപന ഫലമായിരുന്നു ബനു കുറേല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തിയത് തന്നെയും. ആയതിനാൽ നജ്ദുകാർ തങ്ങളുടെ സഖ്യകക്ഷികളായ ബനു കുറേലയുടെ ബന്ദികളെ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ തന്നെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ സഹീഹായ നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ തടവ് പുള്ളികൾ മദീനയിൽ തന്നെ തങ്ങിയെന്നാണ്, എങ്ങോട്ടും പോയിരുന്നില്ലെന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവനുസരിച്ച് അവരെ വിവിധ സഹാബികളുടെ മേൽനോട്ടത്തിലാക്കിയിരുന്നു. അവരിൽ ചിലർ ഫിദിയ മോചന മൂല്യം നൽകി സ്വാതന്ത്ര്യം നേടുകയുമുണ്ടായി. ചിലരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ സദയം വിട്ടയക്കുകയുണ്ടായി. പിന്നീട് ഇവർ ക്രമേണ സന്മനസ്സോടെ മുസ്ലിങ്ങളുമായി തീർന്നു. അവരിൽ അത്തിയ ഖുറസി, അബ്ദുറഹ്മാൻ ബിൻ സുബൈർ ബിൻ ബാത്തിയ, കാബിം ബിൻ സുലൈം, മുഹമ്മദ് ബിൻ കാബ് എന്നിവരുടെ പേരുകൾ ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാവരും പിൽക്കാലത്ത് മുസ്ലിങ്ങളാകേണ്ടത്. ഇവരിൽ ആദ്യം പറഞ്ഞ മുഹമ്മദ് ബിൻ കാബ് ഇസ്ലാമിലെ വിഖ്യാതനായ വ്യക്തിയാണ്. തടവ് സ്ത്രീകളെ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ഉണ്ടായി. ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പന കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരുണ്യ സാഗരമെന്നും സ്ത്രീകളോടുള്ള മഹാ ഔദാര്യവാനെന്നും തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഏതെങ്കിലും സ്ത്രീ വിഭജനം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്താൽ ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാക്കളെ അവരുടെ കുട്ടികൾ പ്രായപൂർത്തിയാകും വരെ, പക്വത പ്രാപിക്കുന്നവരെ അകറ്റി നിർത്തരുത്. അതുപോലെ 2 ചെറിയ പ്രായത്തിലുള്ള സഹോദരിമാരാണുള്ളതെങ്കിൽ അവരെയും പ്രായപൂർത്തിയാകും വരെ അകറ്റരുത്. ഇതായിരുന്നു പ്രപഞ്ച കാരുണ്യ നിധിയുടെ പ്രവൃത്തി. സ്ത്രീകൾക്ക് മേലുണ്ടായ തിരുനബിയുടെ ഔദാര്യം, തടവുകാരോടുണ്ടായ ഔദാര്യം, സ്വന്തം ശത്രുക്കളോട് പോലും ഉണ്ടായ ഔദാര്യം. ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ ജനങ്ങളെ സ്വന്തം വീടുകളിൽ നിന്നും അവർ ബഹിഷ്കരിക്കുന്നു, അവരെ വധിക്കുന്നു. തൽഫലമായി മുസ്ലിങ്ങൾ സ്വന്തം അന്തസ്സ് സ്വകരങ്ങളാൽ ഇല്ലാതാക്കുന്നു. അള്ളാഹു ഈ മുസ്ലിങ്ങൾക്കും ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر